ജനങ്ങളുടെ കണക്കെടുക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. സെൻസസ് അധ്യാപകരൊക്കെ അതിന്റെ പുറകെയാണ്. ഇവിടെ ഇപ്പോൾ ഇതാ ജനങ്ങളുടെ കണക്കെടുപ്പ് മാത്രമല്ല, പക്ഷികളുടെയും കണക്കെടുപ്പിന് തുടക്കമാകുന്നു. ഈ മാസം 16 മുതൽ മുതിർന്ന പക്ഷി നിരീക്ഷകരുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുക. കണക്കെടുപ്പിന് ശേഷം കേരളത്തിന്റെ പക്ഷി ഭൂപടവും തയ്യാറാക്കും. ബേഡ് കൗണ്ട് ഇന്ത്യ, കേരള ബേഡ് മോണിറ്ററിംഗ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യത്താകെ 5 വർഷത്തിലൊരിക്കലാണ് ബേഡ് സെൻസസ് നടത്തുന്നത്. കോട്ടയം നേച്ചർ സൊസൈറ്റിയുടെയും ബേഡിംഗ് കളക്റ്റീവിൻ്റെയും സഹകരണത്തോടെ ജില്ലയിൽ ബേഡ് സെൻസസിന് തുടക്കം കുറിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച ഇടങ്ങളിൽ പക്ഷി സർവേ നടത്തി പക്ഷികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തും. അതുവഴി പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള അവസരമാണ് ബേഡ് സെൻസസിലൂടെ ലഭിക്കുന്നത്. ഓരോ പ്രദേശത്തും ചെന്നെത്താൻ പറ്റുന്ന സ്ഥലത്ത് അവിടെ എത്തും. സൈബീരിയയിൽ നിന്ന് വരുന്ന പക്ഷികളുണ്ട്, മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പക്ഷികളുണ്ട്. ഒരു സീസണിൽ അവർക്ക് വന്നെത്താൻ പറ്റുന്ന സന്ദർഭത്തിൽ ഇവിടെ വരും. അത് കഴിയുമ്പോൾ അടുത്ത സീസണിൽ മറ്റു സ്ഥലത്തേക്ക് പോകും. ഇത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഇതിനേക്കാൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് മറ്റൊരു കേസും ഉണ്ടാവില്ല. ചില ആളുകൾ പക്ഷികളുടെ കാലിൽ ടാഗ് ചെയ്തു വിടും. ഇപ്പോൾ പക്ഷിയെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷി എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി ടാഗ് ചെയ്തു വിടുന്ന ഒരു ഏർപ്പാടുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് പക്ഷികൾ ഏതെല്ലാം ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഏതെല്ലാം സീസണിൽ നമ്മുടെ പ്രദേശത്ത് വരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോട്ടയം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന വിധത്തിൽ 12 ക്ലസ്റ്ററുകളാക്കി തിരിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.